നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് പ്രോട്ടോകോളുകൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കെട്ടാങ്ങൽ എക്സലന്റ് കോച്ചിംഗ് സെന്ററിൽ SSLC ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ കഴിഞ്ഞുപോയ പാഠങ്ങളുടെ റിവിഷൻ ഉൾപ്പെടെയുള്ള ക്ലാസുകളാണ് എക്സലന്റിൽ ആരംഭിച്ചത്. പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ കൃത്യമായ അച്ചടക്കത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത്. നിരന്തര പരീക്ഷകൾ, സ്റ്റഡി മെറ്റീരിയലുകൾ, ചോദ്യപേപ്പർ അവലോകനം തുടങ്ങിയവയിലൂടെ SSLC കുട്ടികളെ പബ്ലിക് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്നു. ചിട്ടയായ പഠന സംവിധാനം നൽകുന്ന ഈ സ്ഥാപനത്തിന് ഇതിനകം തന്നെ ISO അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. എക്സലന്റ് കോച്ചിംഗ് സെന്റർ, മുക്കം റോഡ്, കെട്ടാങ്ങൽ. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് മാവൂര് ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കോട്ടക്കുന്നിലാണ്. കോട്ടക്കുന്നിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 40-45 വർഷമായി ഇടതു മുന്നണിയാണ് ഈ വാർഡ് ഭരണം കൈയാളുന്നത്. ഇനി വോട്ടർമാരെ പരിശോധിക്കാം. 652 പുരുഷന്മാരും 765 സ്ത്രീകളുമടക്കം ആകെ 1447 വോട്ടർമാരാണ് ഈ വാർഡിനുള്ളത്. ഇനി സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക്. നമ്മളിന്നെത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് LDF സാരിഥിക്കൊപ്പമാണ്. പരിചയപ്പെടാം. ഞാൻ പ്രസന്നകുമാരി ടീച്ചർ, മാവൂർ പഞ്ചായത്തിലെ അടുവാർഡ് 9-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എൻ്റെ ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രം. നിങ്ങളുടെ പ്രവർത്തന മേഖല, അതിലെ പരിചയവും. ഞാൻ ഈ പ്രദേശത്തെ ഒരു അംഗൻവാടി ടീച്ചറാണ്. എനിക്ക് ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഈ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങളാണ് ഈ വാർഡിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? ഈ വാർഡിൽ വർഷങ്ങളായി നമ്മുടെ LDF സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇവിടെ മത്സരിച്ച് വിജയിക്കുകയും അവരാണ് ഇവിടെ ഭരണം കാഴ്ചവെക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാർഡിൽ നല്ല വികസനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ വാർഡിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അതേപോലെ MLA ഫണ്ട് ഉപയോഗിച്ചും വളരെയധികം നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മെമ്പർക്ക് ഈ പ്രദേശത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭരണസമിതിയിൽ, ഇപ്പോഴുള്ള UDF ഭരണസമിതിയിലൂടെ, ഈ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായിരുന്ന UDF ഭരണസമിതിയിലൂടെ യാതൊരു നേട്ടവും, അതായത് ലൈഫ് പദ്ധതി പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രദേശത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കുടിവെള്ളം, ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുന്ന കുടിവെള്ളമാണ്. ആ കുടിവെള്ള പദ്ധതി വരെ ഈ കഴിഞ്ഞ ഭരണസമിതി അട്ടിമറിച്ച്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ കുടിവെള്ള പദ്ധതിയൊക്കെ ഞങ്ങളുടെ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇത് ഇങ്ങനെ ഈ പ്രവർത്തനം ഞാനും ഉൾപ്പെടെ, എൻ്റെ പ്രദേശത്ത് എൻ്റെ ജനങ്ങളും ഞാനും ഉൾപ്പെടെ എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് നടത്തുമെന്ന് ഇതിനാൽ ഞാൻ ഉറപ്പ് തരുകയാണ്. ഈ പഞ്ചായത്ത് തലത്തിലെ പോരായ്മകളെ കുറിച്ച് പറയുമ്പോൾ, പഞ്ചായത്തിൽ നിന്നും പല കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ തികച്ചും പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാനൊരു അംഗൻവാടി ടീച്ചർ എന്ന നിലയിൽ അധിക വീടുകളും കയറുമ്പോൾ അവിടുത്തെ വീടുകളുടെ അവസ്ഥയും വെള്ളം, അതേപോലെ കുടിവെള്ളത്തിൻ്റെ അവസ്ഥയും, അങ്ങനെയുള്ള വളരെ കാര്യങ്ങൾ, ശോചനീയമായ അവസ്ഥകൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ലൈഫ് പദ്ധതിയിൽ കൂടെയൊന്നും ഈ 9-ാം വാർഡിൽ ഒരു വീട് പോലും ആർക്കും പൂർണ്ണമായി കിട്ടുകയോ, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, കുടിവെള്ളമില്ലാതെ ഞങ്ങളുടെ കോട്ടക്കുന്നിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. ആ കുടിവെള്ള പദ്ധതി വരെ MLA ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ വന്നിട്ട് അതുപോലും ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥയാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും ഞങ്ങൾക്ക് ഈ പ്രദേശത്തിനുണ്ടായതെന്ന് എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങളാണ് പുതുതായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ മുൻ മെമ്പർമാർ കൊണ്ടുവന്ന വികസനങ്ങളുടെ ബാക്കി ചെയ്യാനുള്ള തുടർ വികസനങ്ങൾ എല്ലാം തന്നെ ഞാൻ എൻ്റെ പ്രദേശത്ത് നടപ്പിലാക്കും. ഞാൻ എൻ്റെ ജനങ്ങളോടൊപ്പം, എൻ്റെ പ്രദേശത്തെ എൻ്റെ ജനങ്ങളോടൊപ്പം എന്നും എപ്പോഴും ഉണ്ടാവുമെന്ന് ഉറപ്പു തരികയാണ്. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് UDF സാരിഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. എൻ്റെ പേര് ഗീത,
ഞാൻ മാവൂർ പഞ്ചായത്ത് കോട്ടക്കുന്ന് നിയോജകമണ്ഡലം 9-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നു. തിരഞ്ഞെടുപ്പ് ചിഹ്നം? എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കാറാണ്. UDF സ്വതന്ത്രയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. പ്രവർത്തന മേഖല? ഞാൻ 36 വർഷത്തോളം അധ്യാപന ജീവിതം നയിച്ചൊരു വ്യക്തിയാണ്. അതിൽ 8 വർഷത്തോളം പ്രധാനാധ്യാപികയായി ജോലി ചെയ്ത് സർവീസിൽ നിന്ന് വിരമിച്ചു. ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന സമയമാണ്. ഈ സമയം ഒരു തെരഞ്ഞെടുപ്പ് മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ജനങ്ങളെ സേവിക്കുന്നതിനും അതുവഴി സമൂഹത്തിൽ പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരു അവസരം ലഭിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് വാർഡിൽ നിലനിൽക്കുന്നത്? ഈ വാർഡിൽ 1-2 തവണ ഞാൻ വാർഡിൽ മുഴുവനായി പര്യടനം നടത്തി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വികസനം എത്തി നോക്കാത്ത പല മേഖലകളും ഈ വാർഡിൽ ഇനിയും കാണാൻ കഴിഞ്ഞു. വീടില്ലാത്തവർ, കുടിവെള്ളമില്ലാത്തവർ, ശരിയായ നടപ്പാതയില്ലാത്ത സ്ഥലങ്ങൾ, ഇതെല്ലാം കാണാൻ കഴിഞ്ഞു. അവിടെയെല്ലാം നമുക്ക് കാര്യമായി പലതും ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധം, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളെ തരംതിരിക്കാതെ ഒരു ജനങ്ങളുടെ പ്രതിനിധിയായി തീർച്ചയായും എന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ സേവനം എല്ലാവർക്കും ലഭ്യമാക്കുമെന്ന് ഈ വേളയിൽ ഞാൻ ഉറപ്പു തരികയാണ്. ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എന്തൊക്കെ വികസന നേട്ടങ്ങളാണ് കഴിഞ്ഞ ഭരണസമിതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? 45 വർഷത്തോളം ഇടതുഭരണം തുടർന്നു വന്നിരുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങളുടേത്. ഇക്കഴിഞ്ഞ 2 ടേമുകളിലായി, അതായത് 10 വർഷക്കാലത്തോളം UDF ആയിരുന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നത്. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും കാണാൻ സാധിക്കും. നേരത്തെ ഗോളിയറൻസ് ഫാക്ടറി ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നു. അക്കാലത്ത് പഞ്ചായത്തിന് നല്ല വരുമാനവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി ആകെ വ്യത്യസ്തമാണ്. എന്നിട്ടും ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് 45 വർഷക്കാലത്തോളം നടപ്പാക്കാൻ കഴിയാതിരുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ ഇന്ന് ഈ UDF ഭരണസമിതി 2 ടേമിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടപ്പാക്കി കഴിഞ്ഞു. അത് മാവൂർ അങ്ങാടിയിലെത്തിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, അതുപോലെ മാർക്കറ്റ്, അതുപോലെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം എത്തിക്കാനും വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഈ UDF സാരഥികളെ തന്നെ തെരഞ്ഞെടുത്തയക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങളൊരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഇപ്പോൾ ഞാനൊരു UDF സ്വതന്ത്രയായാണ് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം കാറാണ്. തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഞാൻ UDF സ്വതന്ത്ര എന്ന നിലയിലല്ല, ജനങ്ങളുടെ പ്രതിനിധിയായി തീർച്ചയായും പ്രവർത്തിക്കുമെന്ന് ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടും വരെ നമ്മളൊരു പാർട്ടിയുടെ ആളായിരിക്കും. പക്ഷേ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് യാതൊരു പരിഗണനകളുമില്ലാതെ ഏറ്റവും അത്യാവശ്യക്കാരൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഞാൻ നിലകൊള്ളുക. അത് പ്രയോറിറ്റി അനുസരിച്ച് താഴെ തട്ടിലുള്ള ആളുകൾ, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആളുകൾക്ക് ആദ്യം മുൻഗണന നൽകിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് അവരോടൊപ്പം അവരിലൊരാളായി 5 വർഷക്കാലം ഞാൻ അവരോടൊപ്പം നിലകൊള്ളുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അടിസ്ഥാനപരമായി അല്ലാതെയും എന്തൊക്കെ വികസന നേട്ടങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതും? അതായത് ഒന്നാമത്തെ കാര്യം നമുക്ക് കുടിവെള്ളം, പാർപ്പിടം, ഇതൊക്കെയാണ്. കുടിവെള്ളം പല സ്ഥലത്തും പൈപ്പ് വഴിയൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാലും അതിലും പരിമിതികളുണ്ട്. പല സ്ഥലത്തും ഇനി അത്യാവശ്യക്കാരുണ്ട്. ഒന്നാമത്തെ പ്രയോറിറ്റി അതിന് തന്നെയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പാർപ്പിടം. ഇന്നും ഞാൻ പല സ്ഥലത്തും കണ്ടു. കോട്ടക്കുന്ന്, കുതിരാടം തുടങ്ങിയ സ്ഥലങ്ങളായാണ് ഈ വാർഡിൽ ഉൾപ്പെടുന്നത്. അവിടെയൊക്കെ ഒന്ന് തല ചായ്ക്കാൻ പോലും ഇടമില്ലാത്ത ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയ പല വീടുകളും കാണാൻ കഴിഞ്ഞു. ഇക്കാലത്തും നമ്മളുടെ നാട്ടിൽ
അത്തരം ആളുകൾ ജീവിക്കുന്നുണ്ട് എന്ന് കാണുന്നത് വളരെ എനിക്ക് വിഷമം തോന്നി. ഞാൻ ജയിച്ചാലും ഇല്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങളോടൊപ്പം ഇനി നിലകൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. തീർച്ചയായും ആ വാർഡിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിലും അല്ലെങ്കിലും തീർച്ചയായും ഞാൻ 5 വർഷക്കാലമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം അവരുടെ കൂടെ അവരുടെ പ്രശ്നങ്ങളിൽ അവരോടൊപ്പം ഞാൻ നിൽക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും. നമ്മളെത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് BJP സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. പരിചയപ്പെടാം. എൻ്റെ പേര് അനില എന്നാണ്. ഞാനിവിടെ 9-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഇപ്രാവശ്യം എന്താ പറയുക, നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ വീടിന് ഇപ്പോൾ കണ്ടല്ലോ, സാധാരണ ഒരു വീടാണ്. ഒരിക്കലും ഞാനൊരു ഹൈ പോളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു വ്യക്തിയല്ല. സാധാരണക്കാരുടെ ഇടയിലേക്ക് തീർച്ചയായിട്ടും ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്ന കാര്യത്തിലേക്ക് ഇടപെടാൻ സാധിക്കും, അവർക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ. 9-ാം വാർഡിലെ മിക്ക ആളുകൾക്കും എന്നെ പരിചയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ഇടയിലേക്ക് പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ ചെല്ലാനും അല്ലെങ്കിൽ അവർക്ക് എന്നോട് ധൈര്യമായിട്ട് പറയാനും ഒന്നും ഒരു മടിയും വിചാരിക്കേണ്ട കാര്യം വരുന്നില്ല. ആ ഒരു ധൈര്യമാണ് എന്നെ ഇതിലേക്ക് ഇറക്കിയത് തന്നെ. തിരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്, അതിനൊരു മാറ്റവുമില്ല. ആ ഒരു എന്താ പറയുക, ആ താമര ചിഹ്നത്തിൽ തന്നെ എനിക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണുള്ളത്. അത്രയധികം ഞാൻ അതിനോടൊരു ആരാധനയാണ് എനിക്കുള്ളത്. ഈ വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10-45 കൊല്ലമായിട്ട് ഇവിടെ നടന്നിരുന്ന വികസനം എന്നുള്ളത് വെറും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് പ്രവർത്തനത്തിൽ തീരെ കാണുന്നില്ല. ഞങ്ങളിവിടെ വീട് സമ്പർക്കം കയറുന്ന സമയത്തൊക്കെ ആ കോട്ടക്കുന്നിൻ്റെ മുകളിലൊക്കെ കണ്ടിട്ട് കാഴ്ചകൾ കാണുമ്പോൾ തന്നെ വളരെ സങ്കടമാണ്. വീടുകളുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അവിടെ കുടിവെള്ളം എന്ന് പറയുന്ന സംഭവത്തിന് ഭയങ്കര ക്ഷാമം. ഇപ്പോഴും അത് റെഡിയായി കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം. ഞങ്ങളവിടെ ചെന്ന് ആ വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയൊരു ടാങ്ക് 1 കോടിയുടെ ചിലവിൽ ഒരു ടാങ്ക് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് എന്നല്ലാതെ അവിടേക്ക് ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന കാര്യത്തിലൊരു നമുക്കൊരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതിയിലൂടെ അവിടെ നിർമ്മിച്ചു കൊടുക്കുന്ന ടാങ്കിൽ അവർ പൈപ്പിട്ട് ആ നിവാസികൾക്ക് വെള്ളം എത്തിച്ചു കൊടുത്താൽ അതൊരു പദ്ധതി പൂർത്തീകരണം നമുക്ക് പറയാം. ഒരു ടാങ്ക് കെട്ടിക്കഴിഞ്ഞിട്ട് ഇത് പദ്ധതിയാണെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. അവർക്കിപ്പോഴും ആ വെള്ളത്തിൻ്റെ ക്ഷാമം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പൊതുവായിട്ട് വരുന്ന ഒരു സംഭവം പൊതുവാണ്. റോഡ്, കിണർ, ഇതൊക്കെ പൊതുവാണ്. പക്ഷെ ഒരു വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും നമുക്ക് എങ്ങനെ അത് എത്തിക്കാൻ കഴിയുന്നുള്ള രീതിയിൽ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ 3 കോളനികളുണ്ടാവും നമ്മൾ 9-ാം വാർഡിൽ. ഞങ്ങൾ കയറുന്ന സ്ഥലത്തൊക്കെ ഓരോ വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ദുർഘടമായ വഴികളാണ് ഉള്ളത്. നേരാമണ്ണ ഒരു വഴി പോലും ഓരോ വീടുകളിലേക്കില്ല. അതാണ് സത്യം. അവിടേക്ക് എത്തിച്ചേരേണ്ട ആ വഴി ഞങ്ങൾക്ക് നമ്മൾ വീട് സമ്പർക്കത്തിന് പോകുമ്പോൾ ഓരോ വീട്ടുകാരും പറഞ്ഞത് മതിയായി എന്നുള്ള രീതിയിലാണ്. ഈ ഒരു എന്താ പറയുക 10-45 വീട് ഭരിച്ചിട്ട് എന്താ ഞങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യമാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കണം എന്നൊരു നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോൾ അതെനിക്കൊരു ഊർജ്ജം കിട്ടിയൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടേതായിട്ടുള്ള എല്ലാ ആളുകളുടെയും കൂടി ഒരു പ്രവർത്തനം വളരെ കൂടുതലായിട്ട് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഈ പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ പോരായ്മകളാണുള്ളത്? പഞ്ചായത്ത് തലത്തിൽ തന്നെ റോഡും മറ്റു കാര്യങ്ങളും മാത്രം കൊടുത്തതൊരു വികസനം എന്ന് പറയാൻ പാടില്ല. കേന്ദ്രത്തിൽ നമ്മൾക്ക് ഇപ്പോൾ മോദിജിയുടെ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ എത്ര പദ്ധതികൾ ഇവിടെ വന്നു എന്ന് ഈ വാർഡിലുള്ളവരോട് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല എന്നുള്ളതാണ് കിട്ടിയത്. ഒരു 2000 രൂപയുടെ നമ്മുടെ കിസാൻ സമ്മാൻ പദ്ധതിയിലാണ് ഇപ്പോൾ കാര്യമായിട്ട് എല്ലാവരും കൊടുക്കുന്നത്. കൊടുക്കുന്ന ആ പദ്ധതിയിൽ പോലും അറിയാത്തവരാണ് കൂടുതലായിട്ടുള്ളത്. ഞങ്ങൾ വീട് സമ്പർക്കം കയറുന്ന സമയത്ത് ഇത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു മറുപടി തിരിച്ചു കിട്ടുന്നത്. മറ്റു സ്ഥലത്തുനിന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ സ്ഥലമൊക്കെ കൃഷിഭൂമിയായിട്ട് തിരിച്ചെടുക്കും എന്നുള്ള തെറ്റായ ധാരണ അവരെ ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ ചെന്ന് അതിൻ്റെതായ ഡീറ്റെയിൽസ് ഒക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ. നമ്മളൊരു വീട്ടിൽ കയറുമ്പോൾ ഉടനെ പറഞ്ഞു പോരാൻ കഴിയില്ല. അവർ ഇതൊക്കെ മനസ്സിലാക്കി അത് ശരിയായിട്ടുള്ളത്, അത് തെറ്റല്ല എന്നവർക്ക് തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കാൻ ഒരു 10-15 മിനിറ്റ് ഞങ്ങളൊരു വീട്ടിൽ ചിലവഴിക്കുന്നുണ്ട്. നമ്മൾ സമ്പർക്കത്തിന് പോകുമ്പോൾ അവരത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളത് കൊടുക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ഇതാണോ എന്നുള്ളത് ഒരു ചോദ്യം ഇങ്ങോട്ട് വരുന്നത്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയത്ത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മോദിജിയുടെ സർക്കാർ നമ്മൾ കേന്ദ്ര പദ്ധതിയിൽ ഒരു ജലജീവൻ പദ്ധതി ഇപ്പോൾ പുതിയൊരു പദ്ധതിയായിട്ട് വരുന്നുണ്ട്. അതിലൂടെ ഈ ഇപ്പോൾ തുടങ്ങുന്ന ഈ 5 വർഷത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ് വന്ന ഈ പുതിയ തിരഞ്ഞെടുപ്പ്
കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും എല്ലായിടത്തേക്കും എത്തിക്കുന്ന ആ ഒരു രീതി വരുന്നത്. അപ്പോഴേക്കും അതെങ്കിലും എല്ലാവരിലും എത്തിക്കണമെങ്കിൽ ഈ കേന്ദ്ര സഹായം ഇവർക്കൊക്കെ കിട്ടണമെങ്കിൽ അതിലൂടെ ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെ ഇവിടെ മെമ്പറായിരിക്കണം. എങ്കിലേ അത് ഈ ആളുകൾക്കിടയിലേക്ക് നമുക്കവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാവരും എന്നെ മനസ്സിലാക്കി എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായും അതിലൂടെ തന്നെ നമുക്കൊരു മാറ്റം ഇവിടെ കൊണ്ടുവരണം. അതാണ് ഞാൻ അവരോട് എപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യം. നിങ്ങളൊരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന നേട്ടങ്ങളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇനിയും കൊണ്ടുവന്ന പദ്ധതികൾ തന്നെ നമ്മുടെ ഈ വാർഡുകളിൽ മുഴുവനായിട്ട് കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന പദ്ധതികളെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ പദ്ധതികളെല്ലാം ഒരു വ്യക്തിക്കും അവരെ കുടുംബത്തിനും ലഭിക്കാതെ പോവില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എനിക്ക് കാണാൻ അവരിലൂടെ അവർക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സാധാരണക്കാരിയായിട്ട് തന്നെ അവർക്ക് എന്നെ കാണാൻ കഴിയും. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തീർച്ചയായിട്ടും ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തും. അവർക്ക് ഈ കിട്ടാതെ പോകുന്ന പദ്ധതികളിലെല്ലാം തന്നെ അവർക്ക് നേരിട്ടെത്തിക്കാൻ, അവർക്കൊരു സഹോദരിയെ പോലെ എന്നെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊരു വിശ്വാസം ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. എല്ലാവരും ആ ഒരു വിശ്വാസം മുന്നിൽ നിർത്തി തന്നെ എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും. താങ്ക് യു.